ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ഹലോ, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഞാൻ അജിത് കുമാർ അച്ഛൻ, ക്രിസ്തുകൃപ ആശ്രമത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. മലാഖിയുടെ പുസ്തകത്തിൽ നിന്നാണ് ഈ ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ച് തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം മലാഖിയുടെ പുസ്തകത്തിൻ്റെ ഒരു ആമുഖം ഞാൻ പറയാൻ ശ്രമിച്ചു. മലാഖിയുടെ പുസ്തകത്തിൽ 4 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ 4 അധ്യായങ്ങളെക്കുറിച്ചുള്ളൊരു ഗ്രന്ഥ വിശകലനം നടത്തിയാൽ ഇസ്രായേൽ ജനങ്ങളോടുള്ള ചോദ്യ പരമ്പരകളുടെയും അവർക്ക് നൽകപ്പെടുന്ന ഉത്തരങ്ങളുടെയും രൂപത്തിലാണ് മലാഖി ഈ പ്രവചനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദ ജനതയ്ക്ക് ദൈവം നൽകിയ പദവിയെ വ്യാഖ്യാനിക്കുന്നു. 1-ാം അധ്യായം 6 മുതൽ 3-ാം അധ്യായം 15 വരെ യഹൂദ ജനതയുടെ മാലിന്യത്തെ വിശദീകരിക്കുന്നു. 3-ാം അധ്യായം 16 മുതൽ 4-ാം അധ്യായം 6 വരെ മടങ്ങി വന്നാൽ യഹൂദ ജനതയ്ക്ക് ദൈവം നൽകുന്ന വാഗ്ദത്തത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ 4 അധ്യായങ്ങളിലൂടെ പൊതുവെ കാണുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ 4 അധ്യായങ്ങളെയും നമുക്ക് 3ആയിട്ട് തരംതിരിച്ച് പഠിക്കാം. ഒന്നാമത് യഹൂദ ജനതയ്ക്കുള്ള പദവി, അല്ലെങ്കിൽ അവരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം. രണ്ടാമത്തത് ആ ജനതയ്ക്കുണ്ടായ മാലിന്യം. അതിൽ 2 കാര്യങ്ങൾ കാണുന്നു. ഒന്ന്, അവരുടെ ജനങ്ങളുടെ ഇടയിലുള്ള പുരോഹിതന്മാർ ചെയ്ത പാപം. രണ്ടാമത്, അത് നിമിത്തം ജനങ്ങൾ ചെയ്ത പാപം. മൂന്നാമത്, മടങ്ങി വന്നാൽ ദൈവം അവർക്ക് കൊടുക്കുന്ന വാഗ്ദത്തം. അപ്പോൾ ഒന്നാമത് യഹൂദ ജനതയുടെ പദവി, ദ പ്രിവിലേജ് ഓഫ് ദ നേഷൻ. രണ്ടാമത്തത് യഹൂദ ജനതയുടെ മാലിന്യം, ദ പൊല്യൂഷൻ ഓഫ് ദ നേഷൻ. മൂന്നാമത്തത് യഹൂദ ജനതയ്ക്ക് ലഭിക്കുന്ന പ്രോമിസ്, വാഗ്ദത്വം, ദ പ്രോമിസ് ടു ദ നേഷൻ. പ്രിവിലേജ് ഓഫ് ദ നേഷൻ, പൊല്യൂഷൻ ഓഫ് ദ നേഷൻ, പ്രോമിസ് ടു ദ നേഷൻ. യഹൂദ ജനതയുടെ പദവി, യഹൂദ ജനതയുടെ മാലിന്യം, യഹൂദ ജനതയ്ക്ക് ദൈവം നൽകുന്ന വാഗ്ദത്വം. അതിൽ മാലിന്യത്തിൽ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ. ഒന്ന്, പുരോഹിതന്മാരുടെ പാപവും ജനങ്ങളുടെ പാപവും. വാഗ്ദത്വത്തിൽ 3ാമത്തെ ഭാഗമായ യഹൂദ ജനതയ്ക്ക് നൽകുന്ന വാഗ്ദത്വത്തിൽ നമുക്ക് 3 കാര്യങ്ങളെ കാണാം. ഒന്നാമത്തേത് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ഓർമ്മയുടെ പുസ്തകം. രണ്ടാമത്തേത് ക്രിസ്തുവിൻ്റെ വരവ്, അല്ലെങ്കിൽ ക്രിസ്തു വിജ്ഞാനീയം. മൂന്നാമത്തേത് ക്രിസ്തുവിന് മുൻപ് തനിക്ക് വഴിയൊരുക്കാൻ വരുന്ന ഏലിയാവ് എന്ന പ്രവാചകൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ മലാഖിയുടെ പുസ്തകത്തിൽ കാണുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മലാഖിയുടെ പുസ്തകത്തിൽ ഒരു ഭൂതകാലത്തെക്കുറിച്ച് പറയുന്നു. അത് ദൈവം അവരെ കരുതിയ കരുതലാണ്. രണ്ടാമത്തേത് ഇപ്പോഴത്തെ കാലമാണ്, വർത്തമാനകാലം. അത് അവരെക്കുറിച്ചുള്ള പരാതിയാണ്, അല്ലെങ്കിൽ അവരുടെ മാലിന്യമാണ്. മൂന്നാമത്തേത് മടങ്ങി വന്നാലുള്ള അനുഗ്രഹമാണ്, അത് ഭാവി കാലമാണ്. അങ്ങനെ ഭൂതം, വർത്തമാനം, ഭാവി എന്ന 3 കാലങ്ങളെക്കുറിച്ചും യഹൂദ ജനതയോട് സംസാരിക്കുന്ന ദൈവിക കരുതലും, അല്ലെങ്കിൽ ദൈവം അവരെക്കുറിച്ച് പറയുന്ന പരാതിയും, മൂന്നാമത്തേത് അവർക്ക് നൽകുന്ന വാഗ്ദത്വവുമാണ് നമ്മൾ മലാഖിയുടെ പുസ്തകത്തിൽ കാണുന്നത്. മലാഖിയുടെ പുസ്തകത്തിലെ ക്രിസ്തു വിജ്ഞാനീയം എന്നത്, ക്രിസ്തു എന്നത് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും
നമ്മൾ കാണുന്നു മരുഭൂമിയിൽ വഴിയൊരുക്കപ്പെടുന്നവനാണ്. അതാണ് യെശയ്യാപ്രവചനം 40:3 നമ്മൾ കാണുന്നു. പുതിയ നിയമ പരാമർശങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിലും മലാഖിയുടെ പുസ്തകത്തിൽ ചില പരാമർശങ്ങളുണ്ട്. മലാഖിയുടെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന ഏലിയാവിനെക്കുറിച്ച് യേശുക്രിസ്തു തന്നെ മത്തായി 11:10-11, 17:11-12, മാർക്കോസ് 9:10-11, ലൂക്കോസ് 1:17 കാണുന്നു. വരാനുള്ള ഏലിയാവ് ഇവൻ തന്നെയെന്ന് യോഹന്നാൻ സ്നാപകനെ പരിചയപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു പറയുന്നുണ്ട്. അത് മലാഖി 4:5-6 ഉദ്ധരിക്കുന്നത്. അതുപോലെ മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്ന യോഹന്നാൻ മത്തായി 11:10 മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ, അത് മലാഖിയുടെ പ്രവചനമാണ്. മലാഖി 3:1. അത് മർക്കോസ് വിശേഷം 1:2 മത്തായി 11:10 അത് യോഹന്നാൻ സ്നാപകനാണ് എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചുള്ളൊരു പരാമർശം മലാഖി 3:1 പ്രവചനാത്മകമായി തരുന്നു. മൂന്നാമത് മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ യാക്കോബിനെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ മുൻകരുതൽ അല്ലെങ്കിൽ മുൻനിർണയം, അത് റോമലേഖനം 9:13 കാണുന്നു. റോമർ 9:13. അങ്ങനെ പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിലും മത്തായി, മാർക്കോസ്, ലൂക്കോസിലും ലേഖനങ്ങളിൽ റോമർക്ക് ലേഖനത്തിലും മലാഖിയുടെ ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പുതിയ നിയമ പരാമർശങ്ങളും മലാഖിയുടെ പുസ്തകത്തിൽ നിന്നുണ്ട്. മലാഖിയുടെ പുസ്തകത്തിൻ്റെ പ്രവചന രീതി എന്ന് പറയുന്നത് 1-ാം അധ്യായം 7-ാം വാക്യം പഠിക്കുമ്പോൾ ഒരു കുറ്റാരോപണം നടത്തുന്നു, എന്നിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, അതിനുശേഷം മറുപടി കൊണ്ട് കുറ്റാരോപണത്തെ സ്ഥിരീകരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ യാഗപീഠത്തിൽ മലിന ഭോജനം അർപ്പിക്കുന്നു, കുറ്റാരോപണമാണ്. ചോദ്യം ഉന്നയിക്കുന്നു, ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു? ഉത്തരം കൊടുക്കുന്നു, യഹോവയുടെ മേശ നിന്ദ്യം എന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ. അപ്പോൾ ഒരു കുറ്റാരോപണം നടത്തുന്നു, പിന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു, പിന്നെ ഒരു ഉത്തരം കൊടുക്കുന്നു. ഇങ്ങനെയാണ് മലാഖിയുടെ പുസ്തകത്തിൽ എഴുതി പോകുന്നത്. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് 20 പ്രാവശ്യം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് യഹോവയുടെ ദൂതൻ എന്നർത്ഥമുള്ള മലാഖിയിലൂടെ സംസാരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3 കാര്യങ്ങളാണ്. 1, ദൈവം നിങ്ങളെ സ്നേഹിച്ചു. 2, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ ഉപേക്ഷിച്ച് മാലിന്യപ്പെട്ടു, പാപം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ മടങ്ങി വരണം. 3, മടങ്ങി വന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ സൗഖ്യമാക്കും. ഇതാണ് മലാഖി പറയുന്ന സന്ദേശം. ഇന്നും ഈ സന്ദേശത്തിന് ശക്തിയുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സന്ദേശം ഇന്നും സംസാരിക്കുന്നു. എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. 2-ാം വാക്യം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. യിരെമ്യാ 31:3 പറയുന്നു, നിത്യമായ സ്നേഹം കൊണ്ട് അവിടെ നമ്മളെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 13:1 പറയുന്നു, കർത്താവായ യേശു തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഏകനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ തന്ന് നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ചു. ഈ സ്നേഹത്തെ ഗണ്യമാക്കാതെ ജനം അകന്നുപോയി എന്നതാണ് മലാഖി പറയുന്ന പരാതി. അതുകൊണ്ട് മടങ്ങി വരണം. മടങ്ങി വരുന്നവർക്ക് രോഗശാന്തിയും അനുഗ്രഹങ്ങളും ആശ്വാസവും 4-ാം അധ്യായത്തിൽ വാഗ്ദത്തം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് പകൽ മുഴുവനും ആ ഒരു സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും കരുണയുടെയും ആത്മാവിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവ് ദൈവമേ, മലാഖിയിലൂടെ അങ്ങ് സംസാരിച്ച വചനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലും ഓരോ നിമിഷങ്ങളിലും അർത്ഥസമ്പൂർണമാക്കി തീർക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളോടുകൂടെ അവിടുത്തെ സാന്നിധ്യം ഇരിക്കണമേ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഞങ്ങൾ വായിക്കുന്ന വചനം
അത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന നിത്യമായ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ആഴമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളങ്ങയ്ക്ക് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ സ്നേഹം വർണ്ണിക്കാൻ വാക്കുകളില്ല കർത്താവെ. അത്രമാത്രം വലിയ സ്നേഹത്താൽ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൽ ഞങ്ങൾ അകന്നു പോകാതെ വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹം എന്ത് അതിശയമാണെന്ന് ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും ആ സ്നേഹത്തിൽ നിറയപ്പെട്ടവരായി ഇന്ന് പ്രഭാതം മുഴുവനും ജീവിക്കാൻ കൃപ തരണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹിതരെ. നാളെ നമ്മൾ തിരുവചനം കേൾക്കുന്നതുവരെ ബൈ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്തങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങിൻ മുമ്പേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.